പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും LED സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു P3യുടെ വീഡിയോ വാളാണ്. P3യുടെ വീഡിയോ വാൾ NS ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. ഈ ഒരു വീഡിയോ വാളിൽ വീഡിയോ പ്രോസസ്സർ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ആ ഒരു വീഡിയോ പ്രോസസ്സറിനകത്തേക്ക് ഇതിൻ്റെ കണക്ഷൻ പോകുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വീഡിയോ വാളിൻ്റെ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഈ ഒരു ചാനലിന് മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിലാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാണുന്ന വീഡിയോ വാളിൻ്റെ ഉള്ളിൽ 5 റിസീവിംഗ് കാർഡാണ് വെച്ചിരിക്കുന്നത്. 5 റിസീവിംഗ് കാർഡിൻ്റെ ഉള്ളിൽ നിന്ന് നെറ്റ്വർക്ക് കേബിള് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു നെറ്റ്വർക്ക് കേബിൾ വന്ന് കയറുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു വീഡിയോ പ്രോസസ്സറിൻ്റെ ബാക്ക് സൈഡിലേക്കാണ്. ഈ ഒരു വീഡിയോ പ്രോസസ്സറിനകത്ത് പെൻ ഡ്രൈവ് ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പെൻ ഡ്രൈവിനകത്തുള്ള കണ്ടൻറ്റാണ് ആ ഒരു വീഡിയോ ആയിട്ട് അവിടെ പ്ലേ ചെയ്യുന്നത്. സൗണ്ട് കേൾക്കാൻ പാകത്തിന് ചെറിയ 2 ഡെസ്ക്ടോപ്പ് സ്പീക്കർ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയ തോതിൽ സൗണ്ട് കേൾക്കണമെങ്കിൽ വലിയൊരു ആംപ്ലിഫയറും അതിനൊപ്പമുള്ള സ്പീക്കർ സംവിധാനങ്ങളും വയ്ക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോ പ്രോസസ്സർ എന്ന് പറയുന്നത് VP210 എന്ന് പറയുന്ന വീഡിയോ പ്രോസസ്സറാണ്. ഇതിനകത്ത് 2 നെറ്റ്വർക്ക് പോർട്ടുകളാണുള്ളത്. അതിനകത്ത് ഒന്നിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ ലോഡ് ചെയ്തിട്ടുള്ളത്. ഡബിൾ സൈഡ് ഡിസ്പ്ലേ ഒക്കെ ചെയ്യുന്ന സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു നെറ്റ്വർക്ക് പോർട്ടിനെ ഹാൻഡിൽ ചെയ്യാവുന്നതിലും കൂടുതൽ കപ്പാസിറ്റിയുള്ള വലിയ ഡിസ്പ്ലേ വരുമ്പോഴോ നമ്മൾ നെറ്റ്വർക്ക് പോർട്ട് 2ഉം കൂടെ ഇതിനകത്ത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിൻ്റെ അപ്പുറത്ത് HDMI പോർട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്യാമറ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഒന്നിലധികം ക്യാമറകളൊക്കെ വരുമ്പോഴത്തേക്കും സ്വിച്ചറൊക്കെ വെച്ചിട്ട് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ CPU നേരിട്ട് ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് വീഡിയോ വാളിനെ ഒരു സ്ക്രീൻ പോലെ ഉപയോഗിക്കാനുള്ള സംവിധാനം ഇവിടെ കാണാനായിട്ട് പറ്റും. തൊട്ടപ്പുറത്തുള്ളത് ഓഡിയോ ഔട്ടിൻ്റെ ജാക്കാണ് കാണാനായിട്ട് പറ്റുക. അതിൻ്റെ അപ്പുറത്തായിട്ട് കാണാൻ കഴിയുന്നത് ഇത് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജാക്കാണ്. ഇത് വൈഫൈ കണക്ട് ചെയ്യാനുള്ള ആൻറ്റിനയാണ്. വൈഫൈ ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വൈഫൈയിൽ നിന്ന് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇതൊരു ഓൺലൈൻ കൺട്രോളറാണ്. ഇതിനകത്ത് ഉള്ളിൽ മെമ്മറി ഒന്നും ഉണ്ടാവില്ല. ഇവിടെ കണക്ട് ചെയ്യുന്ന കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സംവിധാനം എന്താണോ ആ ഒരു കണ്ടൻറ്റ് മാത്രമാണ് നമ്മുടെ ഡിസ്പ്ലേയിലേക്ക് പ്ലേ ആവുക. അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ വൈഫൈ ഉപയോഗിച്ച് ആ ഒരു ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. പിന്നെ ഇതിന് ഡിസ്പ്ലേ നമുക്ക് ഫ്രീസ് ചെയ്ത് നിർത്താൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ചില ഓപ്ഷനുകളാണ് നമുക്ക് ഇതിൻ്റെ വൈഫൈ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കിട്ടുക. കണ്ടൻറ്റ് എപ്പോഴും ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പെൻ ഡ്രൈവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇൻപുട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടൻറ്റ് ഡിസ്പ്ലേയിൽ വരുള്ളൂ. ഇതിനകത്തുള്ളൊരു പ്രത്യേകത, ഈ ഒരു നെറ്റ്വർക്ക് കേബിൾ ഊരിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ നിന്ന് കണ്ടൻറ്റ് എല്ലാം പോകുന്നതായിരിക്കും. അതല്ല, ഈ പെൻ ഡ്രൈവ് ഇതിൽ നിന്ന് ഊരിക്കഴിഞ്ഞാലും കണ്ടൻറ്റ് ഒന്നും തന്നെ അവിടെ വരികയില്ല. എപ്പോഴാണോ നമ്മൾ ഈ ഒരു പെൻ ഡ്രൈവ് ലോഡ് ചെയ്ത് ഈ ഒരു നെറ്റ്വർക്ക് കേബിൾ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യുന്നത് അപ്പോൾ മാത്രമായിരിക്കും ഈ ഒരു ഡിസ്പ്ലേയിലേക്ക് അത് പ്ലേ ആവുക. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MP4 ഫോർമാറ്റിലുള്ള കണ്ടൻറ്റ് ലോഡ് ചെയ്ത ശേഷം ഈ ഒരു പെൻ ഡ്രൈവ് ഡയറക്റ്റായിട്ട് പ്ലഗ് ചെയ്താൽ തന്നെ ഈ ഒരു കണ്ടൻറ്റ് അതിനകത്ത് വരുന്നതാണ്. വേറെ ആപ്ലിക്കേഷനകത്ത് കയറുകയോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടോ ആവശ്യമില്ല. അപ്പോൾ ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ഈ ഒരു ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു കൺട്രോളർ 230 വോൾട്ട് AC-യിലാണ് വർക്ക് ചെയ്യുക. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും റാക്കിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്ക്രൂ വെച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേ കാണാനായിട്ട് പറ്റും. ആ ഒരു ഡിസ്പ്ലേയിൽ ഈ ഒരു വീൽ ഉപയോഗിച്ച് നമുക്ക് നാവിഗേറ്റ് ചെയ്തിട്ട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഉള്ളത് പിന്നെ കുറച്ച് ബട്ടണുകളാണ്, കൺട്രോൾ ബട്ടണുകൾ. നമുക്ക് പുറകിൽ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടുകൾ നേരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ വലിയ ഡിസ്പ്ലേകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ പ്രോസസ്സർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം. പിന്നെ ഡിസ്പ്ലേ അവിടെ ഇരിക്കുന്ന സമയത്ത് വളരെ ദൂരേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സർ വെച്ചാലും 90 മീറ്റർ വരെ അകലെ ഇരുന്നുകൊണ്ട് നമുക്ക് ആ ഒരു ഡിസ്പ്ലേയുടെ കണ്ടൻറ്റ് വയേർഡായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ ജസ്റ്റ് സൗണ്ട് ഓണാക്കി കാണിച്ചു തരാം. ഇത് ഓണാക്കിയിട്ട് നമുക്ക് സൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സ്പീക്കർ കറണ്ടിൽ കുത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓഡിയോ കേൾക്കാനായിട്ട് പറ്റുന്നതാണ്. സോഫ്റ്റ്വെയർ ഡെമോ ലഭിക്കുവാനും വിളിക്കേണ്ട നമ്പർ 9995965900. www.ledcenter.in എന്ന വെബ്സൈറ്റിലും ഞങ്ങളുടെ പ്രോഡക്റ്റുകൾ ലഭ്യമാണ്. കൂടാതെ ഏറ്റവും പുതിയ പ്രോഡക്റ്റുകളെ കുറിച്ച് അറിയുവാൻ LED സെന്റർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ വീഡിയോ പ്രോസസ്സറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ പ്രോസസ്സർ കോൺഫിഗർ ചെയ്യുന്നത് HD സെറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന USB കേബിൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് HD സെറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഡിസ്പ്ലേ പാരാമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നൽകി ആണ് ഈ ഒരു ഡിസ്പ്ലേ കോൺഫിഗർ ചെയ്യുക. അതിനുശേഷം കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാപ്ടോപ്പിൻ്റെ ആവശ്യമേ ഇല്ല. ലാപ്ടോപ്പ് മാറ്റി നിർത്തിയിട്ട് ഡയറക്റ്റ് ഒരു പെൻ ഡ്രൈവ് പ്ലഗ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ക്യാമറ കണക്ട് ചെയ്യാം, മൊബൈലിൻ്റെ ലാപ്ടോപ്പിൻ്റെ HDMI പോർട്ട് കണക്ട് ചെയ്യാം, സിസ്റ്റവുമായിട്ടാണെങ്കിൽ VGA പോർട്ട് കണക്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. താങ്ക്